ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. വളരെ കാലങ്ങൾ കൂടിയാണ് നമ്മളിന്ന് കാണുന്നത് അല്ലേ. നമ്മുടെ വീഡിയോ ഇടാനുള്ള ഗ്യാപ്പ് കൂടിക്കൂടി വരുന്നു. കാരണം മറ്റൊന്നുമല്ല, സമയം എല്ലാവർക്കും പരിമിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സമയമില്ല ആർക്കും. എന്നു വെച്ചാൽ വീഡിയോ കാണാനുള്ള ആൾക്കാർ കുറയുന്നു, കേൾക്കാനുള്ള ആൾക്കാർ കുറയുന്നു. ഇതിനോട് പ്രതികരിക്കുവാനുള്ള ആൾക്കാരുടെ സമയം കുറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരുടെയും സൗകര്യം നോക്കി വേണ്ടേ ക്ലാസ് എടുക്കാൻ. അതുകൊണ്ട് തന്നെയാണ് സമയക്കുറവിനെ മാനിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതിനോട് പ്രതികരിക്കുവാനോ ഇത് കാണുവാനോ ഉള്ള സമയം ലഭിക്കുന്നില്ല എന്നത് മാനിച്ച് ക്ലാസ് എടുക്കുവാൻ മനഃപൂർവ്വം അല്പം വൈകിയതാണ് കേട്ടോ. പക്ഷേ സ്ഥിരമായി കാണുന്ന കുറേ നമ്മുടെ നല്ല സബ്സ്ക്രൈബേഴ്സ് അവരാവശ്യപ്പെട്ടിരിക്കുന്നു, കുറച്ച് പേർക്ക് വേണ്ടി ആണെങ്കിൽ ഈ ക്ലാസ് ടീച്ചർ നിർത്തിക്കളയുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. പക്ഷേ നമുക്ക് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ അല്ല, എല്ലാ പ്രാവശ്യത്തെ പോലെ ഞാൻ പറഞ്ഞ വാക്കുകളൊന്നും തെറ്റിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആർഷ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിനെ ആത്മാർത്ഥമായി സമീപിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിക്കുന്ന കൂട്ടുകാരെ നിങ്ങളോട് ഞാൻ പറയുന്നു, ഒരാൾ മാത്രമാണ് എങ്കിൽ പോലും ആർഷ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിലൂടെ ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിക്കുന്ന കൂട്ടുകാരെ ഒരിക്കലും നമ്മൾ കൈവിടുകയില്ല. പ്രൈവറ്റ് ആയിട്ടാണെങ്കിൽ പോലും അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്തിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആവശ്യം എങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ആവശ്യം ഒന്ന് പറഞ്ഞാൽ മതി. ഇനി മാക്സിമം ക്ലാസ്സുകൾ ഇടാൻ ശ്രമിക്കാം. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, കുറച്ച് പേര് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ദൈനംദിന ജീവിതത്തിൽ അവർ സംസാരിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങൾ, അതുപോലെയുള്ള കുറച്ച് വാക്കുകൾ ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന്. അതിലൂടെ അവർക്ക് അവരുടെ ഇംഗ്ലീഷ് ടോക്കിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ചെടുക്കാനാണെന്ന് പറയുന്നു. ഓക്കെ, അതുപോലെയുള്ള കുറച്ച് സെന്റൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒന്നറിയിക്കണം കേട്ടോ. ഓക്കെ, ഇഫ് യു ഹാവ് ടൈം, സമയമുണ്ടെങ്കിൽ ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ് ആൻഡ് comment about it. Okay, come to the class. നമ്മൾ സാധാരണ എപ്പോഴും സംസാരിക്കാറുള്ള ഒരു കാര്യമാണ് what you are lucky enough. You are lucky enough. lucky enough എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് ഇങ്ങനെയല്ല. പക്ഷെ യു ആർ ലക്കി ഇനഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങൾ ഒത്തിരി ഭാഗ്യവാനാണെന്ന്, നിങ്ങൾ ഒത്തിരി ഭാഗ്യമുള്ളവരാണെന്ന് പറയല്ലേ. അതാണ്, നിങ്ങൾ ഒത്തിരി ഭാഗ്യവാനാണ് എന്ന് പറയുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. യു ആർ ലക്കി ഇനഫ് എന്ന് പറഞ്ഞാൽ ഉള്ള അർത്ഥം മനസ്സിലായല്ലോ. അതുപോലെ അതിനേക്കാൾ കൂടുതൽ എന്ന് പറയും. അതിനേക്കാൾ കൂടുതൽ എന്ന് പറയുന്നതിനായിട്ടും അതിനേക്കാൾ കൂടുതൽ ഇതുപോലുള്ള വാക്കുകൾ കുറച്ചുണ്ട്. മോർ ദാൻ ദാറ്റ്. മോർ ദാൻ ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ, അതിനേക്കാൾ കൂടുതൽ, അതാണ് മോർ ദാൻ ദാറ്റ്. എന്നാൽ വേറെ ജസ്റ്റ് ഒരു സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളേ. മോർ ഓവർ എന്ന് പറയും. മോർ ഓവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതുപോലെ തന്നെ തോന്നിക്കുമെങ്കിലും ഇതിന്റെ അർത്ഥം വളരെയധികം വ്യത്യാസം വരും കേട്ടോ. അതായത് മോർ ഓവർ എന്ന് പറഞ്ഞാൽ അതിനു പുറമെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വെച്ച് അതിനു പുറമെ എന്ന് പറയുന്നതിനാണ് ഈ മോർ ഓവർ എന്ന് പറയുന്നത്. അതിന് പുറമെ, ഒരു കാര്യത്തിന് പുറമെ, എന്തെങ്കിലും ഒരെണ്ണത്തിന് പുറമെ. അതുപോലെ ഇൻഫാക്ട് എന്ന് പറയും. ഇൻഫാക്ട് എന്ന് പറഞ്ഞാല് വാസ്തവത്തിൽ. ഇൻഫാക്ട് എന്ന് പറഞ്ഞാല് വാസ്തവത്തിൽ എന്ന് പറയുന്നതിന് ഇൻഫാക്ട് എന്ന് പറയും. അതുപോലെ ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞാല് നമ്മൾ പറയും, എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ അതിന് പകരമായിട്ട് എന്ന് പറയും. ഇൻസ്റ്റെഡ് ഓഫ് സംതിങ് അത് പറയാണ്. പകരമായി എന്ന് ഇതിന് ഉപയോഗിക്കുന്ന വാക്കാണ് പകരമായി. അത് ആണ് ഇൻസ്റ്റെഡ് ഓഫ്. ഇതെല്ലാം നമ്മൾ
ഈ നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇതെല്ലാം മിക്കവാറും ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൂടുതലും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പറയുന്ന വാക്കാണ്. ഇൻഫാക്ട്, ഇൻസ്റ്റെഡ് ഓഫ്. അതുപോലെ തന്നെ നമ്മൾ പറയും എന്നെ ഒന്ന് വിശ്വസിക്കുക എന്ന് പറയും. നേരെ അത് പറയുന്നത് ട്രസ്റ്റ് മീ എന്ന് പറഞ്ഞാല് എന്നെ വിശ്വസിക്കൂ എന്നുള്ള ട്രസ്റ്റ് മീ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സംസാരിച്ച് വരുന്നതിനിടയ്ക്ക് ഒരു കാര്യം നമ്മൾ പറയുകയാണ്, ഈ കാര്യം നല്ല ശ്രദ്ധയോടെ വേണം കേട്ടോ ഇത് കൈകാര്യം ചെയ്യാന്ന് പറയുകയാണ്. അന്നേരം അത് പറയുന്നതാണ് ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുക. ഹാൻഡിൽ ഇറ്റ് കെയർഫുള്ളി എന്ന് പറഞ്ഞാല് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. There is no place, let us rub it and write. Okay. ഹാൻഡിൽ ഇറ്റ് കെയർഫുള്ളിയുടെ മീനിങ് ആണ് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. നമ്മൾ മിക്കവാറും പറയുന്ന കാര്യമാണ് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ. അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനെന്ന് പറയുന്ന അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നതാണ് ഹാൻഡിൽ ഇറ്റ് കെയർഫുള്ളി എന്ന്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന വാക്കാണ് അവരെന്ത് ചെയ്യും എന്ന് ചോദിക്കും. അവരെന്ത് ചെയ്യും, അല്ലെ നമ്മൾ എന്ത് ചെയ്യും, അവൻ എന്ത് ചെയ്യും, അങ്ങനെ പലതും നമ്മൾ പറയുന്നതാണ് അല്ലേ. അങ്ങനെ പറയുമ്പോൾ അതിന് ചോദിക്കുന്നതാണ് അവരെന്ത് ചെയ്യും എന്ന് ചോദിക്കണമെങ്കിൽ വാട്ട് വിൽ ദേ ഡു. അവരെന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നതാണ് വാട്ട് വിൽ ദേ ഡു. പക്ഷെ ഇതുപോലെ തന്നെ വാട്ട് വിൽ ദേ ഡു എന്നുള്ളത് ഈ ദേ മാറ്റി വെച്ച് വാട്ട് വിൽ യു ഡു ആണേല് നിങ്ങൾ എന്ത് ചെയ്യും എന്നാക്കാം. അതുപോലെ നമുക്ക് ചോദിക്കേണ്ടത് ഇതായ തന്നെ ആയിരിക്കുകയല്ല നമ്മുടെ സംസാരത്തില് ഇടയിൽ വരേണ്ടത്. അന്നേരം നമുക്ക് ഇത് അത് മാറ്റി പറയാം. വാട്ട് വിൽ ദേ ഡു, അവരെന്ത് ചെയ്യും. വാട്ട് വിൽ യു ഡു, നിങ്ങൾ എന്ത് ചെയ്യും. വാട്ട് വിൽ ഹി ഡു, അവൻ എന്ത് ചെയ്യും. വാട്ട് വിൽ ഷീ ഡു. അങ്ങനെ ഓരോന്ന് മാറ്റുമ്പോൾ വാട്ട് വിൽ ഇത് മാത്രം ചെയ്തേച്ച് ഡു മാറ്റിയാൽ ചെയ്യുമെന്നും. അതുപോലെ തന്നെ നമുക്ക് വാട്ട് വിൽ ദേ ഡൂവിന് പകരം ഈ വെർബ് അങ്ങ് മാറ്റുക. വാട്ട് വിൽ ദേ റൈറ്റ്, അവരെന്ത് എഴുതും. വാട്ട് വിൽ ദേ ഈറ്റ്, അവരെന്ത് തിന്നും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചോദിക്കേണ്ടി വരും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അവരെന്ത് ചെയ്യും എന്ന് മാത്രമായിരിക്കില്ല നമുക്ക് ചോദിക്കേണ്ടി വരുന്നത്. നമുക്ക് പല കാര്യങ്ങളും ചോദിക്കേണ്ടി വരും. അന്നേരം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഈ വെർബ് മാറ്റുക അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റ് മാറ്റിക്കൊള്ളുക. എന്നിട്ട് നമുക്ക് ഈ ഒരൊറ്റ സെന്റൻസ് പഠിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും ചോദിക്കാം. അതാണ് മുമ്പേ പറഞ്ഞത്. അവരെന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നതിന് വാട്ട് വിൽ ദേ ഡു, അതിന് ഈ വെർബും സബ്ജക്റ്റും മാറ്റി നമുക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ചോദിക്കേണ്ടി വരുന്നതാണ് ഇതിൽ ഏതാണ് നല്ലത്. രണ്ടെണ്ണം നമ്മൾ കാണിച്ചു. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് ഇതിൽ ഏതാണ് നല്ലതെന്ന് ഒരാളോട് നമ്മൾ അഭിപ്രായം ചോദിക്കുക. അതെങ്ങനെ പറയുന്നു? ഓക്കെ. ഏതെന്നുള്ളതിന്റെ വാക്ക് എന്നാണ്? വിച്ച് ഈസ് എന്ന് ചോദിക്കുമ്പോ ഏതാണ് എന്നുള്ളത് വരും. വിച്ച് ഈസ് ദി നല്ലത്. ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലത്, ബെറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇച്ചിരൂടെ നല്ലത്. വിച്ച് ഈസ് ദി ബെറ്റർ എമംഗ്, വിച്ച് ഈസ് ദി ബെറ്റർ. ഈ രണ്ടെണ്ണം കാണിച്ച വിച്ച് ഈസ് ദി ബെറ്റർ ഓഫ്, വിച്ച് ഈസ് ദി ബെറ്റർ ഓഫ് എന്ന് പറഞ്ഞാല് ഇതിലേതാ ഇതെന്നുള്ളത്. വിച്ച് ഈസ് ദി ബെറ്റർ ഓഫ് ദീസ് ടു. രണ്ടെണ്ണം കാണിച്ചു ചോദിക്കുക. വിച്ച് ഈസ് ദി ബെറ്റർ ഓഫ് ദീസ് ടു എന്ന് ചോദിച്ചാല് ഇതിന്റെ അർത്ഥം ഓക്കെ, വിച്ച് ഈസ് ദി ബെറ്റർ ഓഫ് ദീസ് ടു. ഇതിൽ ഏതാണ്. ഇതും ഈ ബെറ്ററും ഗുഡും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ബെറ്റർ എന്ന് പറഞ്ഞാല് ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലത്, ബെറ്റർ എന്ന് പറഞ്ഞാല് അതിനേക്കാൾ അല്പം കൂടി നല്ലത്, ബെസ്റ്റ് എന്ന് പറഞ്ഞാല്
ഏറ്റവും നല്ലത്, അതാണ് ഈ ബെറ്റർ എന്ന്. ഈ രണ്ടെണ്ണം കാണിച്ച വെച്ചാകുമ്പോൾ ബെറ്റർ പറയാണ്. ഇതിൽ ഏതാണ് കൂടുതൽ നല്ലതെന്നാണ് നമുക്കറിയേണ്ടത്. ഓക്കെ, ഇതിൽ ഏതാണ് കൂടുതൽ നല്ലത്? ഇതിലേതാണ് കൂടുതൽ നല്ലത്? രണ്ടെണ്ണം ഉണ്ട്. ഇതിൽ നമുക്ക് നല്ല ഒരെണ്ണം സെലക്ട് ചെയ്യണം. അതിന് അവരുടെ സഹായം നമ്മൾ ആവശ്യപ്പെടുകയാണ്. വിച്ച് ഈസ് ദി ബെറ്റർ ഓഫ് ദീസ് ടു? ദാറ്റ് മീൻസ് ഈ രണ്ടെണ്ണത്തിൽ ഇതിലേതാണ് കൂടുതൽ നല്ലത്? ഈ 2 ഉള്ളത് കൊണ്ട് ഇത് ചോദിക്കുമ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് നല്ലതെന്ന് വേണേ ചോദിക്കാം. അതിനുള്ള അത് തന്നെയാവട്ടോ ഇതിന്റെ ആൻസർ. ഇതിൽ ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് നല്ലതെന്ന്. അത് തന്നെ വേറെ രീതിയിൽ ഈ രണ്ടെണ്ണം ഇതിന്റെ വേർഡ് മീനിങ് വെച്ച് നോക്കുന്നവര് നോക്കണം. ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് നല്ലത് എന്ന് ചോദിക്കുന്നതിനാണ് ഇതിൽ ഏതാണ് കൂടുതൽ നല്ലതെന്ന് അത് ചോദിക്കുന്നത്. ഓക്കെ, ഇത് ചോദിക്കുമ്പോൾ ഇങ്ങനെയും ഓർത്തോളുക. ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് നല്ലത് എന്ന് ചോദിക്കുന്നതിനും ഇതിൽ ഏതാണ് കൂടുതൽ നല്ലതെന്ന് ചോദിക്കുന്നതിന് ഇത് തന്നെ ചോദിച്ചാൽ മതി. ഓക്കെ, മറ്റേ അതിന്റെ ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് കൂടുതൽ നല്ലതെന്നും കൂടി എഴുതേണ്ട കാര്യമില്ലല്ലോ. ഇതിൽ ഏതാണ് കൂടുതൽ നല്ലത്? ഓക്കെ, ഇതുപോലെ നമ്മൾ പഠിച്ച ഒരു വാക്കാണ് അസാധ്യം എന്നുള്ളതിന് നമ്മൾ പഠിച്ച വാക്കാണ് ഇംപോസിബിൾ എന്ന്. ഇംപോസിബിൾ എന്ന് പറഞ്ഞാല് അസാധ്യം എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. എന്നിട്ട് നമ്മൾ പറയാണ്, ഒരു കാര്യം പറയുന്നത് കേൾക്കുമ്പോ നമ്മൾ പറയാണ് ഇംപോസിബിൾ, അസാധ്യം. ഇറ്റ് വിൽ നെവർ ഹാപ്പൻ, അതൊരിക്കലും സംഭവിക്കുകയില്ല എന്ന് പറയണം. ഇല്ലില്ല, അതൊരിക്കലും സംഭവിക്കുകയില്ല. ഇംപോസിബിൾ, ഇറ്റ് വിൽ never happen. It will never happen. Impossible, it will never happen എന്ന് പറഞ്ഞാല് ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ നമ്മൾ പറയുകയാണ് ഇല്ല, ഒരിക്കലും, അതൊരിക്കലും സാധിക്കുകയില്ല എന്ന് പറയണം. അസാധ്യം, ഫസ്റ്റ് നമ്മൾ പഠിച്ച ആ വാക്ക് തന്നെ ഓർത്തോളുക. അസാധ്യം, അതൊരിക്കലും സാധിക്കില്ല. അതൊരിക്കലും സാധിക്കില്ല. ഇത് സാധിക്കില്ല എന്നത് നമുക്ക് ഒരു കാര്യമുണ്ട്. ഇത് വേണേ സംഭവിക്കില്ല എന്നും കൂടെ പറയാം കേട്ടോ. പക്ഷെ ഇതെല്ലാം അതൊരിക്കലും സാധിക്കില്ല എന്ന് പറയുന്നതിനും ഇത് വാക്കുകളുടെ മീനിങ് നോക്കി പറയുന്ന ഹാപ്പൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക എന്നല്ല മാഡം, നേരം സാധിക്കില്ല എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ നെവർ ഹാപ്പൻ, അതൊരിക്കലും സംഭവിക്കില്ല, സാധിക്കില്ല. അസാധ്യം, അതൊരിക്കലും സാധിക്കില്ല, അല്ലെങ്കിൽ അതൊരിക്കലും സംഭവിക്കില്ല. വേർഡ് മീനിങ് നോക്കി വായിക്കുന്നവർക്ക് ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് അതൊരിക്കലും സംഭവിക്കില്ല അതൊരിക്കലും സംഭവിക്കില്ല. ഇംപോസിബിലിറ്റി വിൽ നെവർ ഹാപ്പൻ. ഇതുപോലെയുള്ള വാക്കുകൾ കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ തുടരാം കേട്ടോ. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് സെന്റൻസുകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരമധ്യേ ഓരോ ദിവസവും നിങ്ങളുടെ സംസാരമധ്യേ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, സാധിക്കും എന്ന് എൻ്റെ വിശ്വാസത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് ദിവസവും പഠിക്കാൻ ശ്രമിക്കാം. മാക്സിമം ക്ലാസ്സുകൾ ഈ പറഞ്ഞവർക്ക് പേരോട് ഞാൻ പറയുകയാണ്. ഞാൻ വാക്ക് തരുന്നു, നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളെ മാത്രമായിട്ട് കാണാനുള്ള ആൾക്കാരുടെ എണ്ണം കുറയുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും ക്ലാസ് നിർത്തില്ല. ഹർഷ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിനോടുള്ള ഒപ്പമുള്ള ആരെയും കൈവിട്ടിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുകയില്ല എന്നുറപ്പ് നൽകിക്കൊണ്ട് ഞാൻ പറയുന്നു. ഓക്കെ, ലെറ്റ്സ് സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ഗുഡ് ബൈ.